നമസ്കാരം. ചെങ്ങന്നൂരിനടുത്ത് പുലിയൂര് 1825 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം വീട് നമ്മൾ പണി കഴിപ്പിച്ച ഈ വീടിന്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എത്രയായി, എന്തൊക്കെ മെറ്റീരിയലാണ് നമ്മൾ ഈ വീട് പണിതത്, അതിന്റെ ഫിനിഷിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീടിന്റെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞത് വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ്. ഇവിടെ നമ്മൾ മെറ്റലൊക്കെ ഇട്ട് നല്ല ഒരു രീതിയിൽ ഫിനിഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മൾ കയറി വരുന്ന ഈ സിറ്റ് ഔട്ട് ഇവിടെ നമ്മൾ ടൈൽസ് ആണ് ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക്, ഒരു ഗ്രേ കളറിലുള്ള ടൈൽസ് ആണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അകത്തേക്ക് വരുമ്പോൾ വൈറ്റ് ടോണിലുള്ള ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇതിന്റെ സിറ്റ് ഔട്ടിന്റെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത്. അതിലെല്ലാം അപ്പോക്സി പോയിന്റിങ്ങും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ വോൾ ക്ലാഡിങ്, മോഡേൺ സ്റ്റൈലിലുള്ള ഒരു വോൾ ക്ലാഡിങ് ടൈൽസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൽ ഗ്രൂ കട്ടിങ്, ബോർഡറായിട്ട് ഒരു പ്രത്യേക പെയിന്റ് ഒക്കെ കൊടുത്ത് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഈ പില്ലറിന്. അതേപോലെ തന്നെ ഇതിന്റെ ഡോർസ്, വിൻഡോസ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതെല്ലാം ടീക്വുഡാണ്. ടീക്വുഡ് ഫ്രെയിമിൽ ഷട്ടർ കൊടുത്തിരിക്കുകയാണ്. ആ ഒരു ചെക്ക് പാളി ഡിസൈനിലാണ് ഇതിന്റെ ഷട്ടർ എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ മെയിൻ ഡോറിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഡിസൈനിലാണ് അവരുടെ ക്ലയന്റിന്റെ താല്പര്യപ്രകാരം ആ ഒരു സെലക്ഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. ടീക്വുഡാണ് ഇതിന്റെ ഫ്രെയിമും ഷട്ടറും വന്നിരിക്കുന്നത്. എന്നിട്ട് മെലാമിൻ പോളിഷ് ചെയ്ത് മാറ്റ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരെ ലിവിംഗ് റൂമിലേക്കാണ് വരുന്നത്. ഫ്രണ്ട് ഡോർ തുറന്ന് നേരെ ലിവിംഗ് റൂമിലേക്ക്. ഇവിടെ നമ്മൾ ആ ഒരു 4x2 സൈസിലുള്ള ഒരു വൈറ്റ് ടോണിലുള്ള ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ലിവിംഗും ഡൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ചിന് വേണ്ടി ഒരു സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്രഞ്ച് വിൻഡോ 3 പാളി ഫ്രണ്ട് ഫേസ് എലിവേഷനിലെ ഭംഗിക്കും, അതേപോലെ ഇവിടുന്ന് ലൈറ്റിംഗ് ഒക്കെ കിട്ടാനായിട്ട് ഇവിടെ ഒരു ഫ്രഞ്ച് വിൻഡോ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ മിനിമം സ്പേസിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടൊക്കെ തന്നെയാണ് ഈ ലിവിംഗ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുന്ന് നേരെ ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഡൈനിങ്ങും ലിവിംഗും സെപ്പറേഷൻ വരുന്നിടത്തായിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻസ് ചെയ്തിട്ടുണ്ട്, ഒരു പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മറൈൻ പ്ലേയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഫ്ലവർ വൈസ് അല്ലെങ്കിൽ ഫോട്ടോ ഷെൽഫ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് വന്നു. ഇവിടെ ഒരു 6 സീറ്ററിന്റെ ഒരു ഡൈനിങ് ടേബിൾ ആണ്. അത് ഇതിനോട് ചേർന്ന് തന്നെയാണ് മുകളിലേക്കുള്ള അപ്സ്റ്റെയർ പോകുന്നത്. അപ്പം ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റെയർ കേസിന്റെ ബോട്ടത്തിൽ തന്നെയാണ് ഡൈനിങ് കൗണ്ടർ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ ആണ്. ഓവൽ ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് ആയിട്ട് ഗ്രാനൈറ്റ് ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിന് 2 ഡോർസ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റോറേജ് സ്പേസിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു ക്ലാഡിംഗ് സ്റ്റോൺ ടൈല് കൊടുത്തിട്ടുണ്ട്. ടച്ച് മിറർ ആണ്, ടച്ച് മിറർ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഈ സ്റ്റെയർ കേസിന്റെ അടിയിലും കുറച്ച് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ ഇൻവേർട്ടറിനുള്ള പോയിന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനോട് താഴത്തെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ആണുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. 4x2 ഫ്ലോർ ടൈൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെയും ഡോർസ് എല്ലാം കൊടുത്തിരിക്കുന്നത് വുഡ് തന്നെയാണ്. ഇത് പ്ലാവിന്റെ വുഡാണ്. ഫ്രെയിം എല്ലാം ആഞ്ഞിലിയുടെ ഫ്രെയിമാണ്. അപ്പോൾ ഇതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. അതിനു മുമ്പ് ഇവിടെ ഒരു 3 ഡോർ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റഡി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കബോർഡ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് ഫെറോസെമെന്റിലാണ് ചെയ്തിരിക്കുന്നത്. ഫെറോസെമെന്റിൽ ചെയ്തിട്ട് അതിൽ അലൂമിനിയം ഷീറ്റിൽ ഇതിന്റെ ഡോർസ് കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം ഫെറോസെമെന്റ് സ്ലാബുകളാണ്. ഇപ്പോൾ ഫെറോസെമെന്റിന്റെ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ മുൻപ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഫെറോസെമെന്റ് സ്ലാബ് കൊണ്ട് കബോർഡ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ. അപ്പോൾ ആ രീതിയിലാണ് ഈ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇത് സെപ്പറേറ്റ് പെയിന്റ് ചെയ്ത് ഇവിടെ എടുത്തിരിക്കുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് നമ്മൾ സ്ലാബ് അല്ല എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പാനൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതും സ്ലാബാന്ന് അറിയില്ല. ഇതിപ്പം തൊട്ട് നോക്കിയത് സ്ലാബായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ആ രീതിയിലാണ് ഇതിന്റെ കബോർഡ് വർക്കുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. ഇവരുടെ കാര്യങ്ങളെല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നാണ് ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. ഇത് ഏകദേശം ഒരു 6x4 സൈസിലുള്ള ഒരു ചെറിയൊരു ടോയ്ലറ്റ് ആണ്. ഇതിൽ വോൾ ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹൈലൈറ്റർ ആയിട്ട് ഈ ഒരു ഡിസൈൻ ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഇലയുടെ ഒക്കെ ഉള്ള ഒരു ഡിസൈനുള്ള ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ക്ലോസറ്റ്, പെഡസ്റ്റൽ വാഷ് ബേസിന്, മിറർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ടൈൽസും എല്ലാം അപ്പോക്സി പോയിന്റിങ് ചെയ്തിട്ടാണ്. വോൾ ടൈലും ഫ്ലോർ ടൈലും എല്ലാം അപ്പോക്സി പോയിന്റിങ് ചെയ്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫൈബർ ഡോറിന്റെ ടോയ്ലറ്റ് ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഇത് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞു. ഇതിനോട് ചേർന്ന് തന്നെ ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണ്. അതിന്റെയും ഡോർസ് എല്ലാം വുഡ് തന്നെയാണ്. പ്ലാവിന്റെ വുഡ് ഫ്രെയിം, ആഞ്ഞിലി ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നേരെ അകത്തോട്ട് കയറുമ്പോൾ ഇതൊരു മറ്റ് ബെഡ്റൂമിനെക്കാട്ടി അല്പം കൂടെ സൈസ് ചെറുതാണ്. പക്ഷെ സെയിം ഫ്ലോർ ടൈൽസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 4x2 വൈറ്റ് ടോണിലുള്ള ടൈൽസ് ആണ്. ഇവിടെ ഒരു 2 ഡോറിന്റെ ഒരു കബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതും ഫെറോസിമെന്റിൽ തന്നെ ചെയ്തിട്ട് ഇതിൽ അലൂമിനിയം ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ രീതിയിലാണ് ഇതും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ ഒരു 3 പാളി വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മുറിയിലും നമ്മൾ സെപ്പറേറ്റ് ഷെയ്ഡിലുള്ള പെയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ല, അവിടെ വേറൊരു ബ്ലൂ കളർ ആയിരുന്നു. ഇവിടെ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് ഇവിടെയും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്.
ഇവിടെ വേറൊരു കളർ ടോണിലുള്ള ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ചും കൂടെ സ്പേസ് ഉള്ള ഡ്രസ്സിംഗ് റൂം ഇല്ല, അതും കൂടെ ചേർത്ത് അല്പം സ്പേസ് ലെങ്ത് കൂടിയ ടോയ്ലറ്റ് ആണ്. എന്നാൽ വിട്ട് അല്പം കുറവാണ്, ഇതിൽ 4 അടി വിട്ടേ ഉള്ളൂ. ലെങ്ത് അല്പം കൂടുതലുണ്ട്. ഇതിലും വേറൊരു പാറ്റേണുള്ള ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ അപ്പോക്സി പോയിന്റിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വോള് ഹൈലൈറ്റർ ആയിട്ട് ഈ സെൻട്രൽ സൈഡിൽ സെൻറ്ററായിട്ട് തന്നെ ഹൈലൈറ്റർ ആയിട്ട് ഒരു ടൈൽസ് കൊടുത്തിട്ടുണ്ട്. ക്ലോസറ്റ്, വോൾ മിക്സർ, ഇവിടെ ഒരു പെഡസ്റ്റൽ വാഷ് ബേസിന്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും, വേറൊരു ഡിസൈൻ ആണെന്നേ ഉള്ളൂ. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും കൊടുത്തത്. ഡൈനിങ് റൂമിൽ നിന്ന് തന്നെയാണ് നേരെ കിച്ചണിലേക്ക്. അപ്പോൾ ഇത് കിച്ചണാണ്. കിച്ചണിന്റെ ഡോർ നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു ഗ്ലാസ് ഡോർ കൊടുത്തിരിക്കുകയാണ്. ഇത് വുഡ് തന്നെയാണ്. വുഡിൽ ഒരു ഗ്ലാസ് പെയിന്റിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സെന്ററായിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു വുഡൻ ഫിനിഷിലുള്ള ഫ്ലോർ ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. 4 കരണ്ടിന്റെ ടൈൽസ് തന്നെയാണ്. അപ്പോൾ അതിലും നമ്മൾ അപ്പോക്സി പോയിന്റിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രാനൈറ്റ് ടോപ്പ്, ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇതിന്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതിലും എല്ലാം അലൂമിനിയം ഫ്രെയിമിലുള്ള കബോർഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വുഡ് ആൻഡ് അതുപോലെ ഒരു വൈറ്റ് തീമിലാണ് ഇതിന്റെ ഫിനിഷിംഗ് ബോർഡെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 4 പാളിയുടെ വിൻഡോ, ഇത് ഫ്രണ്ട് ഫേസ് ആണ്. ഫ്രണ്ട് ഫേസിൽ നിന്ന് തന്നെ കാണുന്ന രീതിയിൽ ഒരു 4 പാളി വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതും ഒരു സിംഗിൾ ബോൾ സിങ്ക് ആണ്. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു മിനിമം രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ഈ കിച്ചണും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ടോപ്പിലും അതേപോലെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സ്ലാബാണ്. ഇത് നമ്മൾ കോൺക്രീറ്റ് സ്ലാബ് തന്നെയാണ്. സ്ലാബിൽ ഇതിന്റെ ഡോർ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഡോർ കൊടുത്ത് കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. അതും അലൂമിനിയം ഫ്രെയിമിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്നാണ് ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത്. വർക്ക് ഏരിയയിൽ നമ്മൾ തീ കത്തിക്കുന്ന രീതിയിലുള്ളൊരു അടുപ്പാണ്, പുകയില്ലാത്ത അടുപ്പ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊരു 3 അടുപ്പ് വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലും ഫുൾ ക്ലാഡിംഗ് ടൈൽസ് കൊടുത്തിട്ടുണ്ട് മുകളിൽ വരെ. ഇവിടെ ഒരു സിംഗിൾ ബോൾ സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് പുറത്തോട്ട് ഇറങ്ങുന്ന ഡോർ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം പ്ലാവിന്റെ വുഡിൽ തന്നെയാണ് ഇതിന്റെ എല്ലാം ഡോർ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ടോപ്പിലും സ്ലാബ് ഉണ്ട്, ലോഫ്റ്റ് ഉണ്ട്. അതിലും ഡോർ കൊടുത്തിട്ട് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് നമുക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. നേരെ നമ്മൾ അപ്സ്റ്റെയറിലേക്കുള്ള കാര്യങ്ങൾ നോക്കിയാൽ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇതിന്റെ ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ എല്ലാ ഹാൻഡ് റെയിൽസ് സ്ക്വയർ പൈപ്പാണ്. സ്ക്വയർ പൈപ്പിൽ ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതും സ്ക്വയർ പൈപ്പ് തന്നെയാണ്. 2x2 സൈസിലുള്ള സ്ക്വയർ പൈപ്പിലാണ് ഇതിന്റെ ഹാൻഡ് റെയിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇത് 3x4 സൈസിലുള്ള സ്ക്വയർ പൈപ്പാണ്. ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ഇതിന്റെ ഹാൻഡ് റെയിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റെപ്പിന്റെ ഈ ട്രെഡ് കൊടുത്തിരിക്കുന്നത് നമ്മൾ സിറ്റ് ഔട്ടിൽ ഇട്ടിരിക്കുന്ന സെയിം ടൈല് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ടൈൽസ് ആണ്. ഇതിന്റെ റൈസർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മെയിൻ ഫ്ലോറിൽ ഇട്ടിരിക്കുന്ന ടൈല് തന്നെയാണ് ഇതിന്റെ റൈസറായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ എഡ്ജ് എല്ലാം പോളിഷ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, റൗണ്ട് ആയിട്ട് പോളിഷ് ചെയ്ത്. ഇതിന്റെ ടോപ്പിലേക്ക് വരുമ്പോൾ ആ സെയിം ടൈല് തന്നെയാണ് ഇതിന്റെ ഫ്ലോർ ടൈലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ചെറിയൊരു ലിവിംഗ് സ്പേസ് ആണ്, അപ്പർ ലിവിംഗ് ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഷോക്കേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതും ഫെറോ സിമെന്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള 2 പാർട്ടാണ് ഇതിൽ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തതും ഫെറോ സിമെന്റ് തന്നെയാണ്. ഇവിടുന്ന് നേരെ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വന്നാൽ മുകളിൽ നമുക്ക് 2 ബെഡ്റൂമാണ്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വന്നാൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല, ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് മാത്രമാണുള്ളത്. ഇത് വേറൊരു ഷെയ്ഡിലുള്ള പെയിന്റിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. താഴത്തെ സെയിം ആയിട്ടുള്ളതിന് ഒരു ബെഡ്റൂമാണ്. 2 ഡോറിന്റെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതും ഫെറോ സിമെന്റിൽ തന്നെയാണ് ഇതിന്റെ കബോർഡ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൽ പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിന്റെ അലൂമിനിയം ഫ്രെയിമിൽ തന്നെയാണ് ഇതിന്റെ ഡോർ കൊടുത്തിരിക്കുന്നത്. 3 പാളിയുടെ ഒരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിംഗിൽ ഇത് കോമൺ ടോയ്ലറ്റ് ആണ്. നമ്മുടെ താഴെ ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ടാണ് കൊടുത്തിരുന്നത്. ഇവിടെ നമ്മളൊരു കോമൺ ടോയ്ലറ്റ് ആയിട്ടാണ്. ആ സെയിം സൈസിൽ തന്നെയുള്ള ഒരു ലെങ്ത് കൂടിയ ടോയ്ലറ്റ് ആണ്. വിഡ്ത്ത് അല്പം കുറവാണ്. വേറൊരു പാറ്റേണുള്ള ടൈൽസ് ആണ്, 4 കരണ്ടിന്റെ തന്നെ ടൈൽസ് ആണ്. ഇതിലും ഒരു ഇലയുടെ ഒരു ഫിനിഷിലുള്ള ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോക്സി പോയിന്റിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വോൾ മിക്സർ, ക്ലോസറ്റ്, വാഷ് ബേസിൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടും ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇതിലും ഫൈബർ ഡോർ തന്നെയാണ് ഇതിന്റെ ഡോറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം. ഇതിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല. ഇതും വുഡൻ ഫിനിഷ് തന്നെയുള്ള ഒരു ഡോറാണ്, പ്ലാവിന്റെ ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേറൊരു കളർ ടോണിലാണ് ഇതിന്റെ പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റഡി സ്പേസ് ഒക്കെ കൊടുക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഇവിടെ ഒരു 3 പാളി വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തേക്കാണ് നമുക്കൊരു ബാൽക്കണി സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണ് നമ്മൾ താഴെ എലിവേഷനിൽ കണ്ട പോലെ തന്നെ ആ ഒരു ഫിനിഷിലുള്ള ഡോർസ് തന്നെയാണ് ഇവിടെ ടോപ്പിലും കൊടുത്തിരിക്കുന്നത്. അതേ ഒരു പാറ്റേണിൽ തന്നെ കിട്ടുന്ന രീതിയിൽ ടീക്ക് വുഡിന്റെ തന്നെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഗ്രാനൈറ്റ് ടോപ്പും ഒക്കെ കൊടുത്തിരിക്കാവുന്ന രീതിയിൽ ഒരു സീറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചാരുപടി കൊടുത്തിരിക്കുന്നത് ആ സെയിം നമ്മുടെ സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് തന്നെയുള്ള സ്ക്വയർ പൈപ്പിലാണ് ഇതിന്റെ റെയിൽ കൊടുത്തിരിക്കുന്നത്. ടോപ്പും ബോട്ടവും എല്ലാം ആ ഒരു സൈസിൽ തന്നെയുള്ള റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് പില്ലറിൽ. അതും താഴെ പില്ലറിൽ കൊടുത്തിരിക്കുന്ന ആ സെയിം പാറ്റേൺ തന്നെയാണ്. ഇത് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പർഗോളാസ് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു സെപ്പറേറ്റ് പെയിന്റിങ് കൊടുത്തിട്ട് അതിൽ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി നമ്മൾ അവിടുന്ന് പുറത്തുനിന്ന് കാണുന്നതുകൊണ്ട് തന്നെ ആ ഒരു ചെക്ക് പാറ്റേണിലുള്ള ആ ഒരു 3 പാളി വിൻഡോസ് ആണ് ഷട്ടറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫ്ലോർ ടൈൽ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇട്ടിരിക്കുന്ന ആ ഒരു വൈറ്റ് ടോൺ തന്നെയുള്ള ടൈൽസ് ആണ് ഇതിന്റെ ഫ്ലോറിംഗ് ആയിട്ടും കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ ടോപ്പ് കൂരയാണ്. ഇതിന്റെ റൂഫിങ് സ്ലോപ്പ് റൂഫായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
എന്നിട്ട് അതിന് മുകളിൽ ഓടിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ളത് ഫ്ലാറ്റ് റൂഫാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കിട്ടും. ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മുകളിൽ കൂടി നമുക്ക് മുകളിലേക്ക് കയറി അത് എടുക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബാൽക്കണിയിൽ നിന്ന് നേരെ ഇവിടെ ഒരു കുറച്ച് ടെറസ് ഏരിയയും കൂടെ ഉണ്ട്, ആ ഫ്രണ്ട് എലിവേഷനിൽ വരുന്ന ഭാഗത്തായിട്ട്. അപ്പോൾ ആ ഒരു സ്പേസ് ആണിത്. ഇവിടെ നമ്മൾ താഴെ കണ്ട ഒരു എലിവേഷൻ്റെ ഭംഗിക്ക് വേണ്ടി ഇവിടെ ഒരു ബോക്സ് ടൈപ്പ് ആയിട്ട് അതിൻ്റെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ആ ചെക്കുവാളി ഡിസൈനിൽ തന്നെയുള്ള ഒരു വിൻഡോ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഗ്രൂ കട്ടിങ് കൊടുത്തിട്ട് ഒരു ഗ്രീൻ കളറിലെ പെയിന്റ് കൊടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് ഇതിന്റെ പാരപ്പറ്റും കാര്യങ്ങളും എല്ലാം ആ ഒരു പാറ്റേണിലുള്ള റെയിലും അതേപോലെ സ്ക്വയറായിട്ടുള്ള ഹോൾസും ഒക്കെ കൊടുത്തിട്ട് ഫ്രണ്ട് എലിവേഷൻ ഭംഗി വരുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം പുകയില്ലാത്ത അടുപ്പിന്റെ പുക പോകുന്ന ഇതാണ്. നമ്മൾ ഫ്രണ്ട് ഭാഗത്താണ് കിച്ചൺ വന്നതുകൊണ്ട് അത് ഫ്രണ്ടിലായിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പിന്നീട് ഇതിന്റെ ടോപ്പിലെ ഓടിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ നോക്കിയാൽ കാണാം ടോപ്പ് റൂഫായിട്ട് ഫ്രണ്ട് എലിവേഷൻ വന്നതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓടിട്ടിരിക്കുന്നത്. ഓടിട്ടിട്ട് അതിന്റെ മുകളിലാണ് കൂരയായിട്ട് വന്നത്. അപ്പോൾ അതിനുള്ളിൽ സ്പേസ് നമുക്ക് സ്റ്റോറേജ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. താഴെ ഫ്ലാറ്റ് ആയിട്ട് വാർത്തിട്ട് ടോപ്പിൽ സ്ലോപ്പ് റൂഫ് ചെയ്തിരിക്കുകയാണ്. ആ രീതിയിലാണ് ഇതിന്റെ എലിവേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അപ്പോൾ ഈ വീടിന്റെ ഓണറാണ് മിസ്റ്റർ ഷിജു സാമുവൽ. നമസ്കാരം. നമസ്കാരം. ഇത് വൈഫാണ്. പേരെങ്ങനെയായിരുന്നു? മഞ്ജു. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും. അപ്പൊ ഇതിന്റെ ഫുൾ വർക്ക് നമ്മൾ ഇച്ചിരി ടൈം എടുത്തെങ്കിലും ഫുള്ളായിട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് നമ്മുടെതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യാനായിട്ടാണ്. എങ്ങനെയുണ്ട്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചതിലും വളരെയധികം ഭംഗിയാക്കി തീർത്ത് തരുവാൻ നിങ്ങൾക്ക് സാധിച്ചതിൽ നമുക്ക് 1000 താങ്ക്സ് പറയാനുണ്ട്. പുള്ളിക്കാരി ഇവിടെ ഇല്ലായിരുന്നു. പുള്ളിക്കാരി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം കാണുന്നത്. അപ്പൊ അവള് വിചാരിച്ചാലും ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവളോട് തന്നെ ചോദിച്ചു നോക്കാൻ കാര്യമില്ല. പറഞ്ഞു എന്താണ് വന്ന് കണ്ടപ്പോ എന്താ തോന്നി? വളരെ മനോഹരമായിട്ട് തോന്നി. ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും ഒത്തിരി ഭംഗിയായിട്ട് തീർക്കാൻ പറ്റി. നമുക്ക് ടൈം ഡിലേ വന്നു. നമ്മൾ കുറച്ച് ചെയ്തു, പിന്നെ കഴിഞ്ഞ് കുറച്ച് നിർത്തി വെച്ചു. അങ്ങനെ അവസാനമാണ് ഇപ്പൊ ഈ നവംബർ ലാസ്റ്റ് ആയത്. നമ്മുടെ ഈ പൈസയുടെ കുറച്ച് ഇഷ്യൂസ് വന്നതുകൊണ്ട് അപ്പം കുറച്ച് ഡിലേ ആയി. അപ്പം ഏതായാലും പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞങ്ങളും തിരിച്ച് നന്ദി പറയുന്നു. അപ്പൊ തുടർന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ എൻക്വയറികളോ എന്തെങ്കിലും മറ്റുള്ളവരായിട്ട് എന്തെങ്കിലും കോൺടാക്ട് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ ഈ ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു അടുത്ത ആള് ഈ വീടിനെ കുറിച്ചൊക്കെ ചോദിച്ചായിരുന്നു, ഇത് ആരാ വർക്ക് ചെയ്തതെന്ന്. ഞാൻ അവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഈ മാസം ലാസ്റ്റോട് കൂടി വരുന്നുണ്ട്. വന്നു കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെങ്ങന്നൂരാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പോൾ ഓക്കെ, എല്ലാത്തിനും നന്ദി. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.